നമസ്തേ. യോഗശാസ്ത്രത്തിൽ കണ്ണുകളുടെ കേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് ചില മുദ്രകൾ നമ്മൾ അനുഷ്ഠിക്കാറുണ്ട്. അതിൽ ശാംഭവി മുദ്ര എന്നു പേരായ വിശിഷ്ടമായ ഒരു മുദ്രയുണ്ട്. ആ ശാംഭവി മുദ്ര പരിശീലനത്തിന് മുന്നോടിയായി കണ്ണുകളുടെ കേന്ദ്രീകരണം, അതായത് ഇരു പുരികക്കൊടികൾക്ക് മധ്യേ കണ്ണുകളെ കേന്ദ്രീകരിച്ചു നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത്തരത്തിൽ കണ്ണിൻ്റെ പുരികക്കൊടികൾക്ക് മധ്യയിലേക്കുള്ള ഒരു നോട്ടം, ഈ സ്ഥാനം അറിയപ്പെടുന്നത് ആജ്ഞാചക്രസ്ഥാനം എന്നാണ്. ഭ്രൂമധ്യം, കുടസ്ഥ ചൈതന്യം, ആജ്ഞാചക്രസ്ഥാനം എന്നൊക്കെ യോഗിമാർ ഇവിടെ വിളിക്കുന്നു. ഇവിടെ നമ്മളുടെ ഇരു കണ്ണുകളെയും ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് നോക്കി നിശ്ചലാവസ്ഥയിൽ ഇരുത്തി കഴിഞ്ഞാൽ മനസ്സിന്റെ ഇളക്കങ്ങളെ നമുക്ക് നിരോധിക്കാൻ കഴിയുമെന്ന് യോഗിമാർ പറയുന്നു. അപ്പൊ ഇങ്ങനെ പൂർണ്ണമായും കണ്ണ് തുറന്ന് ഇരു പുരികക്കൊടികൾക്ക് മധ്യേ നോക്കുന്നത് അറിയപ്പെടുന്നത് പൂർണിമാ ദൃഷ്ടി എന്നാണ്. കൃഷ്ണമണികൾ ചലിക്കാതെ, കൺപീലികൾ അനങ്ങാതെ കണ്ണിനെ നിശ്ചിത സമയം നമ്മളവിടെ ഉറപ്പിച്ചു നിർത്തുന്നു. ഇത് പൂർണിമാ ദൃഷ്ടി എന്നറിയുന്നു. പകുതി അടച്ച് കണ്ണിനെ ഇരു പുരികക്കൊടികൾക്ക് മധ്യേ നോക്കുന്നു. അത് പ്രതിപദ ദൃഷ്ടി എന്നറിയപ്പെടുന്നു. പൂർണ്ണമായും അടച്ച് ഇരു പുരികക്കൊടികൾക്ക് മധ്യേ നേത്രത്തെ ഉറപ്പിച്ചു നിർത്തുന്നു. അത് അമാവാസി ദൃഷ്ടി എന്നറിയപ്പെടുന്നു.